ഫ്രണ്ട്സ്, വെൽക്കം ടു ലീസി ടോക്സ് ബൈ സോന. ഇന്നത്തേത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഈ പല ഇൻഫ്ലുവൻസേഴ്സും പറയുന്നത് കണ്ടിട്ട് കണ്ട ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യും. അങ്ങനെ തന്നെയല്ലേ നിങ്ങളും? അങ്ങനെ ഞാൻ വാങ്ങി അബദ്ധം പറ്റിയ ഒരു ഐറ്റം ആണ് ഇത്, ആബ്സ് ഗുഡ്നസിന്റെ റോസ്മേരി വാട്ടർ സ്പ്രേ. ഇത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പലർക്കും പലതാണ് എക്സ്പീരിയൻസ് വരുന്നത്. ചിലവരുടേത് ശരിയാവും, ചിലവരുടേത് ശരിയാവില്ല. എന്റെ ശരിയായില്ല. മുടി ഉള്ളോടുകൂടി വളരുമെന്നൊക്കെ കണ്ടിട്ട് ഞാനും ഇപ്പൊ തന്നെ മുടി അങ്ങ് പനങ്കൊല പോലെ വളരുമെന്ന് വെച്ചിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയതാണ് ഇത്. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഫ്രാങ്ക്ലി സ്പീക്കിംഗ് എനിക്ക് കുറച്ചൊക്കെ ഡിഫറൻസ് ഉള്ളതുപോലെ ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ എനിക്ക് പണി കിട്ടി തുടങ്ങിയത് ഞാൻ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്തപ്പോഴാണ്. എന്റെ മാരേജിന്റെ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്കിത് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇതിന് സമയം കിട്ടാതെ വന്നപ്പോഴത്തേക്കും ഞാൻ ഇതൊന്ന് നിർത്തി. അത് കഴിഞ്ഞ് എനിക്ക് വന്ന ഹെയർ ഫോൾ എന്റെ പൊന്നോ അൺകൗണ്ടബിൾ ആയിരുന്നു. കഷണ്ടി ആവുമെന്ന് വരെ ഞാൻ പേടിച്ച സമയം ഉണ്ടായിരുന്നു. ഈ ഒരു ബോട്ടിൽ കണ്ടാൽ അറിയാൻ ഞാനിത് ഒരുപാടൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്ന്. ഞാൻ ആകെ ഇതിനകത്ത് ഇത്രേ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം പിന്നീട് അത് യൂസ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇത് വെച്ചിട്ട് എനിക്ക് ഹെയർ ഫോൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ എങ്ങനെ ഇത് യൂസ് ചെയ്യും വിശ്വസിച്ച്? അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് കമന്റ്സ് കണ്ടു. പലർക്കും എന്റെ പോലുള്ള സെയിം അനുഭവം തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പൊ എന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാനിത് ചെയ്യുന്നത്. നമുക്ക് ഹെയർ ഫോൾസ് ഉണ്ടാവാനായിട്ട് പല റീസൺസ് ഉണ്ടാവും അല്ലെ? ഒന്ന് ഹോർമോണൽ ഇംബാലൻസ്, അല്ലെങ്കിൽ നമ്മൾ മുടിയിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹെയർ നന്നായിട്ട് കെയർ ചെയ്യാണ്ട് വരുന്ന അവസ്ഥ. ഈ ഒരു സമയത്തൊക്കെയാണ് നമുക്ക് കൂടുതലും ഹെയർ ഫോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ ആക്ച്വൽ ഇഷ്യൂ എന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. കാരണം അവർക്കാണ് കുറച്ചും കൂടെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹെയറിന് എന്താണ് ഇഷ്യൂ, എന്താണ് നമ്മുടെ ഹെയറിന് സ്യൂട്ട് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാം. ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസേഴ്സിന്, ഞാൻ ഇൻഫ്ലുവൻസേഴ്സിനെ തരം താഴ്ത്തി പറയുകയല്ല, ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസേഴ്സിന് നമുക്ക് ഇതാണ് നമുക്ക് നമ്മുടെ ഹെയറിന് സ്യൂട്ട് ആവുക എന്നൊരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അവര് തന്നെ പല വീഡിയോസിനകത്തും പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ ഹെയർ ടൈപ്പിനനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് നമ്മൾ പക്ഷെ മനസ്സിലാക്കുന്നില്ല എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ജസ്റ്റ് അങ്ങ് യൂസ് ചെയ്ത് നോക്കുകയാണ്. ഇതിനർത്ഥം റോസ്മേരി ലീവ്സ് നല്ലതല്ല എന്നല്ല, നല്ലതാണ്. ആക്ച്വലി നമ്മൾ തന്നെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും. ടൈം എടുക്കും, പക്ഷെ നല്ലതാണ്. ഇപ്പൊ ഹെയറിന് ലെങ്ത് വെക്കാനായിട്ടാണെങ്കിൽ ഞാൻ യൂസ് ചെയ്ത് നോക്കിയതാണ്. ജസ്റ്റ് ഹെയർ ഓയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെയർ ടൈപ്പിനനുസരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്ത് നോക്കാം. ആൻഡ് ഇടക്ക് ഒരു 3 മാസം കൂടുമ്പോഴത്തേക്കും ജസ്റ്റ് മുടിയുടെ അറ്റം ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. അപ്പൊ നല്ല രീതിക്ക് തന്നെ നമുക്ക് ലെങ്ത് വെച്ച് വരും. ആൻഡ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആൻഡ് യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആൻഡ് ഇത് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുള്ളവരും അല്ലാത്തവരും ഒന്ന് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്തേക്കണേ. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.